ഇനി ഫൈസൽ മുസ്ലിയാർ പറയാണ്, അതുകൂടി ഒന്ന് കേൾക്കണം. KJUവിന്റെ കത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അതിൽ ഉറപ്പാണ്. അതാ കണ്ടില്ലേ, KJUവിന്റെ കത്ത് കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാദപ്രതിവാദത്തിന് ഒഴിഞ്ഞു മാറാൻ എന്താ വഴി? KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ, KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ. അതെന്തായാലും കിട്ടൂല. കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം, മൂപ്പര് കുറെ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. മുജാഹിദുകളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി KJUവിനില്ല. അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ? KJUവിന്റെ കത്ത് വേണമെന്ന് പറയാ. മുസ്ലിയാർ എന്നത് അംഗീകരിക്കാൻ അത് ഏതെങ്കിലും നിലക്ക് വാങ്ങണം എന്ന തീരുമാനത്തിൽ തന്നെ നമ്മളുള്ളത്. കിട്ടൂല എന്ന് ഉറപ്പുള്ള കാര്യം എങ്ങനെ ഏതെങ്കിലും നിലക്ക് വാങ്ങല്? അത് വാങ്ങാനുള്ള വഴി മുസ്ലിയാർ പറയുന്നുണ്ട്. KJU സെക്രട്ടറി മുമ്പാണ് മുമ്പെടുത്തുണ്ടാവുന്ന എത്രപ്പാടൊക്കെ, എത്രപ്പാടും സീലൊക്കെ ഏതായാലും കൈവശം ഉണ്ടാവും. പല KNMകാരും മാറി 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 അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കത്ത് കൊടുത്തുകൂടെ വെച്ചിട്ട്. അപ്പൊ തൽക്കാലം ISMന് കത്ത് മതി നോക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ ISM ഒരിക്കലും KJUവിന് മേലെ പോകാൻ പറ്റുന്നല്ലോ. ഏറ്റവും ചുരുങ്ങിയ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ ബുക്കൊന്ന് വായിച്ചു നോക്കണം. KJUവിന്റെ മേലെ പോയത് കൊണ്ടല്ല ISM ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ചയിൽ ISM കത്ത് കൊടുക്കുകയും ചെയ്തത്. അന്ന് ISM KJUവിന്റെ മേലെയായിരുന്നോ? KNM കത്ത് കൊടുത്ത എത്ര സംഭവങ്ങൾ, ISM ശാഖകൾ കത്ത് കൊടുത്ത എത്ര സംഭവങ്ങൾ, MSM കത്ത് കൊടുത്ത എത്ര സംഭവം. ഇപ്പൊ തിരുവാലിയിൽ തവസ്സുലുമായി ബന്ധപ്പെട്ട് EK വിഭാഗം സുന്നികളുമായിട്ട് നടത്തിയ വാദപ്രതിവാദം, അതിന്റെ കത്താര കൊടുത്തത്? മദീനത്തുൽ ഉലൂമിലെ MSM ആണ് കൊടുത്തത്. ഇവര് പറഞ്ഞോ, EKക്കാര് പറഞ്ഞോ, MSMന്റെ കത്തൊന്നും ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് KJUവിന്റെ കത്ത് വേണമെന്ന് പറഞ്ഞില്ല. കാരണം അവർക്കിത് നടത്തണമെന്നുണ്ട്, ഇവർക്ക് നടത്തണമെന്നില്ല. ഇനി പറയുന്നത് നോക്കൂ. മരത്തിനേക്കാളും വലിയ കൊമ്പുണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയായി മാറും. ഒരു KJU സെക്രട്ടറി വെല്ലുവിളിച്ചു, നമ്മുടെ പണ്ഡിത സഭയെയാണ് വെല്ലുവിളിച്ചത്. ഇനി വ്യക്തികൾ തമ്മിലല്ല. അതുതന്നെയാണ് കാര്യങ്ങളെ നമ്മൾ കാത്തുന്നത്. മറ്റു പലരും പലയിടത്തൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വെല്ലുവിളിച്ചപ്പോഴും അന്ന് മൗനം പാലിച്ചത് അത് ഔദ്യോഗികമായി വരട്ടെ എന്ന് വയ്ക്കണം. അപ്പൊ അത് ഔദ്യോഗികമായി വന്നു. ഞാൻ രേഖ കൊടുത്തയച്ചാൽ മതി. സ്റ്റേജിൽ പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ ഒരു എഴുതി കൊടുത്തയക്കാൻ എത്ര പ്രയാസം. അവിടെ കായക്കോട് നമ്പർ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഏറ്റെടുത്തല്ലോ, ഏറ്റെടുത്തത്. ഇനി ഏറ്റെടുത്ത കാര്യം അതിന്റെ മാറ്റി കാര്യങ്ങൾ മുറക്ക് നടക്കുക എന്നതല്ലാതെ അതിന്റെ ഇടയിൽ എന്തിനൊരു കത്ത്? ഇനി കത്ത് വേണോ? കത്ത് നിർബന്ധമാണെങ്കിൽ ആരാവശ്യപ്പെടണം? ഇവരുടെ പണ്ഡിത സഭ ആവശ്യപ്പെടണ്ടേ? എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത്? ഇത് കിട്ടൂല, ഇത് നടക്കരുത് എന്നിവർ തീരുമാനിച്ചു. എന്നിട്ട് മുസ്ലിയാരുടെ അനുയായികളുടെ ഉപദേശം എന്താ? ഉപദേശം അത് ഔദ്യോഗികമായി വരട്ടെ എന്ന് വയ്ക്കണം. അപ്പൊ അത് ഔദ്യോഗികമായി വന്നു. ഞാൻ രേഖ കൊടുത്തയച്ചാൽ മതി. സ്റ്റേജിൽ പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ ഒരു എഴുതി കൊടുത്തയക്കാൻ എത്ര പ്രയാസം. അവിടെ കായക്കോട് നമ്പറുള്ളത് മുഴുവനും മൂപ്പർ ചോദിക്കാൻ നിങ്ങൾ എന്താ കൊടുക്കാത്തത്? ഞങ്ങൾ ഒരാഴ്ച കൂടി കാത്തിക്കും. അതിനിടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി പണി നമുക്കറിയാം. ഇൻഷാ നമുക്ക് അപ്പം നോക്കാതെ. ഇൻഷാ അല്ലാഹ്. എന്നാ ബാക്കി പണി നമുക്ക് കാണാം. ഈ മന്ത്രവാദി പറഞ്ഞ വല്ല പണിയും ആവുമല്ലോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. വേറെന്ത് പണിയാ അല്ലേ? ചില വീടുകളിലൊക്കെ നടത്തിയെന്ന് പറഞ്ഞ പണിയാകും ചെയ്യാനുള്ളത്. എന്താ പറഞ്ഞത്? ഉസ്താദിന്റെ ഉപദേശാനുയായികൾ സ്വീകരിച്ചു കേട്ടോ. എന്ത്? എല്ലാവരും കായക്കൊടിയെ വിളിക്കണം, വിളിച്ചുകൊണ്ടിരിക്കാൻ. അനുയായികൾ അങ്ങനെ വിളിക്കാൻ. ഇവര് രാത്രി ഉറങ്ങാൻ കിടക്ക എങ്ങനെയാണെന്നറിയോ? നാളെ രാവിലെ ഒരു മുജാഹിദ് പ്രവർത്തകനെ എന്ത് ന്യായം പറഞ്ഞിട്ടാ വിളിക്കാന്ന് ചോദിച്ചിട്ടാണ് വിചാരിച്ച് അതാലോചിച്ചിട്ടാ കിടക്കുക. എന്തിന്? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയാൻ എന്താ പറയാ? കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ചോദ്യം എന്താണെന്നറിയോ? ഞാൻ ഒരു സംശയം ചോദിക്കാനാണ്. എന്താ സംശയം? ഞാനൊരു മരുഭൂമിയിൽ അകപ്പെട്ടു, ആരുമില്ല സഹായത്തിന്, കൂട്ടത്തിൽ ആരുമില്ല, എനിക്ക് വഴി അറിയില്ല. അപ്പൊ നമ്മൾ പറയല്ലോ പടച്ചോനെ രക്ഷിക്കണേന്ന്. നമ്മൾ പറയൂ, അവിടെ നിൽക്കും ഇയാൾ ചോദിക്കാൻ. അപ്പോ ഞാൻ എൻ്റെ 1 മീറ്റർ അടുത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. നീ ആരാന്ന് ചോദിച്ചു. ഞാൻ ആരാന്ന് പറഞ്ഞു. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ കാരണം പറഞ്ഞു. നീ എനിക്ക് വഴി കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ശിർക്കാവോ എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര, ഈ ജാതി സങ്കല്പമൊന്നുമല്ല ഇവിടെയുള്ള വിഷയം. ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിൽ ഊന്നി നിന്ന് പഠിക്ക്. നീ ആദ്യം വിഷയം പഠിക്ക്. നീ വിഷയം പഠിച്ചിട്ടില്ല. ഞാൻ വിഷയം പഠിച്ചാണ്. പഠിച്ച ഒരാളും ഇത് ചോദിക്കൂല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറയാ, നിങ്ങൾക്ക് ശിർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ശിർക്ക് അറിയില്ല. നിങ്ങൾക്കറിയാലോ, നമുക്കറിയില്ല.
എന്ന് പറഞ്ഞപ്പോ അത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തിടുകയാണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറയാ നിങ്ങൾക്ക് ശിർക്കറിയാത്തോണ്ടാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ശിർക്കറിയില്ല, ശിർക്കറിയില്ല, നിങ്ങൾക്കറിയാലോ നമുക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ അത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തിടുകയാണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുക. ഉസ്താദിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ ആളുകൾ നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാ ഇവർ ചോദിക്കുന്നത്, എന്തൊക്കെ ഈ ആളുകളുടെ വിശ്വാസം, എവിടത്തേക്കാണ് ഈ ആളുകൾ പോകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തൗഹീദ് പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം.